ഹലോ മക്കളെ, നമ്മുടെ കൺസ്യൂമർ കോർട്ട് അഥവാ ഉപഭോക്തൃ കോടതികൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഒരു 3 മാർക്കിന്റെ ചോദ്യമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിന് സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറയാൻ പോകുന്നത്. മക്കളെ, ഇംഗ്ലീഷ് മീഡിയം മക്കളാണെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു വേർഡാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഫോറം എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ കൺസ്യൂമർ കോടതി, ഉപഭോക്തൃ കോടതിയെ നമ്മൾ പഠിച്ചു വെക്കാം. ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷണൽ എന്ന് പറയുന്ന ഓർഡറിൽ പഠിച്ചു വെക്കാം. അഥവാ ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഫോറം, സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഫോറം, അതുപോലെ തന്നെ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഫോറം. അതേസമയം മലയാളം മീഡിയം മക്കളാണെങ്കിൽ പഠിച്ചു വെക്കാം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, അതുപോലെ തന്നെ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഇതിന്റെ എല്ലാത്തിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് സുപ്രീം കോടതി അഥവാ സുപ്രീം കോർട്ടും ആക്ച്വലി ഉണ്ടായിരിക്കുന്നതാണ്. ഇവയുടെ ഡീൽ ചെയ്യേണ്ട കേസുകളെ കുറിച്ചും കൂടി മക്കൾ അറിഞ്ഞു വെച്ചേക്കണം. നമ്മൾ ഡിസ്ട്രിക്ട് ലെവൽ, ജില്ലാ തലത്തിലാണെങ്കിൽ അവർ 1 കോടി വരെയുള്ള കേസുകളാണ്, 1 കോടി വരെയുള്ള കോമ്പൻസേഷനുകളായിരിക്കും അവർ എന്ത് ചെയ്യാറുള്ളത്, അനുവദിച്ച് നൽകാറുള്ളത്. അതേസമയം 1 കോടി മുതൽ 10 കോടി വരെയാണെങ്കിൽ അത് ഡിസ്ട്രിക്ട് തലത്തിലേക്ക് പോകും. അഥവാ അതെന്ത് ചെയ്യുന്നു, ഡിസ്ട്രിക്ട് തലം മാറിയിട്ട് സംസ്ഥാന തലത്തിലേക്ക് അഥവാ സ്റ്റേറ്റ് ലെവലിലേക്ക് പോകുന്നതാണ്. ഈ 10 കോടിക്ക് മുകളിൽ വരുന്ന കേസുകളാണെങ്കിൽ അത് നാഷണൽ അഥവാ ദേശീയ തലത്തിലേക്ക് പോകുന്നതാണ്. അപ്പൊ സുപ്രീം കോടതി എന്താ ചെയ്യാറുള്ളത്, ഇതിന്റെ എല്ലാം അപ്പീലുകളുടെ ഫൈനൽ അതോറിറ്റി അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അപ്പീലുകൾ തീരുമാനിക്കുക എന്ന് പറയുന്നത് ദാറ്റ് സുപ്രീം കോടതിയുടെ റൈറ്റ് ആണ്. സോ ഉപഭോക്തൃ കോടതിയുടെ, നമ്മുടെ കൺസ്യൂമർ കോടതിയുടെ ഡിഫറെന്റ് ലെവൽസുകൾ, ഡിഫറെന്റ് തലങ്ങൾ ഏതൊക്കെയെന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ഈ ഒരു ഓർഡർ കൃത്യമായിട്ട് പഠിച്ചേക്കാം. ഏതൊക്കെയാണ്? ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷണൽ, സുപ്രീം കോടതി അഥവാ ജില്ലാതലം, സംസ്ഥാന തലം, ദേശീയ തലം, സുപ്രീം കോടതി. ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കുക. അവയ്ക്ക് വരുന്ന ഒരു കോമ്പൻസേഷന്റെ പവറും എത്രത്തോളം എന്ന് പഠിച്ചു വെക്കാം. ഇതുപോലത്തെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങളുമായിട്ട് ഇന്ന് നമ്മൾ മാരത്തോൺ ഉണ്ട്. 7:15 ഒരാൾ പോലും മിസ്സാവരുത്. എല്ലാവരും ആ ലൈവിൽ ഉണ്ടായിരിക്കേ.